നമ്മൾ കനാലിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് വെള്ളച്ചാട്ടം കാണാൻ. ഇപ്പോൾ ആ കനാലിൽ വെള്ളമില്ല. നമ്മളിപ്പോൾ തോമാസ് ഉണ്ട് കേട്ടോ. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇതും കാണാം. പോണ വഴിയിൽ റബ്ബർ കാടാണ്, നിങ്ങൾ കാണണ്ടോ? ഒക്കെ നല്ല തണൽ കിട്ടണതാണ്. ഇവിടെ ഫുള്ളും മരങ്ങളാ. ഇവിടെ ഫുള്ളും തണവ് കിട്ടും നല്ല ചൂട് കാലത്ത്. വെള്ളച്ചാട്ടൻ്റെ അങ്ങോട്ട് പോകണം താമസം. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്താറായി. ഈ ഭാഗത്താണ് വെള്ളച്ചാട്ടം. ഇത് മഴക്കാറുണ്ട് കേട്ടോ, നല്ലോണം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി ഇറങ്ങാം. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. അവിടെ എന്തിട്ടാണ് അത് നോക്കാം. ഉള്ളു കൂടെ ഒക്കെ പോണം. ആ കാണാണ് വെള്ളച്ചാട്ടം. മച്ചമാരെ അടുത്തേക്ക് ചെന്ന് കാണിച്ചു തരേ. ആ ഇങ്ങോട്ട് ഇറങ്ങാ നമുക്ക്. താമസം ഇങ്ങോട്ട് വന്നടാ. ഫോൺ പിടിച്ച ഇതിന്റെ അടിക്ക് വീണ പൊടി പോലും കിട്ടില്ല. പിന്നെ അവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിറച്ച് കുപ്പിച്ചില്ലൊക്കെ ആണ്. അതുകൊണ്ട് മീനൊന്നും പിടിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. ഒരു മീൻ പിടിക്കാനായിട്ട് ചേട്ടൻ വന്നു. ആ ചേട്ടൻ്റെ കാലുമേ ഇങ്ങനെ കുപ്പിച്ചില് കാലും കുത്തിൻ്റെ കിടന്നു. അപ്പോൾ ഡേഞ്ചറാണ് ഇവിടെ മീൻ പിടിക്കാൻ. മീനുണ്ട്, അത് നല്ല ഔഷധ ഗുണമുള്ള മീനാണ്. അത് ചിലവർക്ക് കിട്ടും മീൻ. ഇവിടെ ഉണ്ട്. വെള്ളം വിട്ട് കഴിഞ്ഞാൽ ഇവിടെ കാണാം കുഴിയിൽ. മഴ പെയ്ത കാരണം ഒരു വലിയ ആൽമര വീണുണ്ട്. കുറേ കാലമായിട്ടുണ്ട്. അങ്ങനെ വയറുവെള്ളമൊക്കെ ഇതിൻ്റെ മേത്ത് പറ്റി ഇങ്ങനെ കയറി പിടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിന്നാട്ടാ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്തു നിന്നാണ് മരമൊക്കെ വീണേക്കണേ. നമുക്കിനി വീട്ടിലേക്ക് പോവാ. നേരെ ഇരിക്കല്ല. ഇനി ഇവിടെ കുറുക്കന്മാരാവും. ഇങ്ങോട്ട് പോവാണ്. ഇനി നേരെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി. നമ്മളപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബൈ ബൈ.